മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. BJPയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് RSSന്റെ പിന്തുണ. ക്രൈസ്തവ സഭകളുമായുള്ള ചർച്ചകൾക്ക് RSS തന്നെ മുൻകൈയെടുക്കുന്നുണ്ടെന്ന് മുതിർന്ന RSS പ്രചാരകൻ ജെ നന്ദകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം സമുദായവുമായി പോലും RSS ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. ചില ഇടപെടലുകൾ വന്നപ്പോൾ അത് മുടങ്ങിപ്പോയി. ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP ശരിയായ രീതിയിലാണ് ഇടപെട്ടത്. വിഷയമുയർത്തി സാമുദായിക വിടവുണ്ടാക്കാൻ കേരളത്തിൽ ശ്രമം നടന്നുവെന്നും ജെ നന്ദകുമാർ ആരോപിച്ചു. കേരളത്തിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും അവർ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ബ്രിഡ്ജിംഗ് പ്രക്രിയയിൽ ഇസ്ലാമിക സമൂഹത്തെയും അവർ സമീപിക്കുന്നുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രമുഖനായിരുന്ന സുദർശൻജി ഇവിടെ നേരിട്ട് വന്ന് മുസ്ലിം സമൂഹവുമായിട്ട് പോലും ചർച്ച ചെയ്യാൻ രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ ഘട്ടത്തിൽ സുദർശൻജി 3-4 തവണ ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. സമാന്തരമായി ഇസ്ലാമിക സമൂഹമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ എല്ലാം നിശ്ചയിച്ചതിന് ശേഷം പാലക്കാട് ചർച്ച ചെയ്യാനുള്ള സ്ഥലം പോലും തീരുമാനിച്ചതിന് ശേഷം അത്യുന്നത സ്ഥലങ്ങളിൽ നിന്ന് ഇടപെട്ട് ആ പരിപാടി ഒരു തരത്തിൽ പറഞ്ഞാൽ റദ്ദ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇസ്ലാമിക വിഭാഗവുമായിട്ട് ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹവുമായിട്ട് BJP മാത്രമല്ല സംഘവും അങ്ങനെയുള്ള ഒരു ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നടത്തും എല്ലാ വിഭാഗങ്ങളുമായിട്ട്. അവിടെ നടന്ന ആ കാര്യത്തിന് വേറെ പല പശ്ചാത്തലങ്ങളുണ്ട്. വൻതോതിലുള്ള മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ അറിവ് അവിടെയുള്ളവർക്കാണുള്ളത്. പക്ഷേ സംഭവിച്ചെന്താ, ആ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളോ അവരുടെ സഹായികളുടെയോ പ്രശ്നം ഉന്നയിച്ച് അവർ കേരളക്കാരായതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ചില ആൾക്കാർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ BJP അത് അത്തരമൊരു വിരുദ്ധ സാഹചര്യം കേരളത്തിൽ ഒരു സാമുദായിക സംഘർഷത്തിന്റെ ഒരു വിടവ് സൃഷ്ടിക്കാനുള്ള ശ്രമം പലരും ബോധപൂർവം നടത്തും. നമുക്കൊക്കെ അറിയാം, ഉത്തരവാദിത്ത ബോധമില്ലാത്ത, ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം പ്രചാരവേല നടത്തുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാതെ പലരും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഈ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ബാധ്യതയുള്ള പാർട്ടി എന്ന നിലയ്ക്ക് BJP കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവിടെ പോവുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രസ്താവനയാണ് മുതിർന്ന RSS പ്രചാരകൻ കൂടിയായ ജെ നന്ദകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. മഞ്ജുഷ് ഗോപാൽ നമുക്കൊപ്പമുണ്ട്. മഞ്ജുഷ്, കേരളത്തിൽ BJPയുടെ ഈ ക്രൈസ്തവ നയതന്ത്രത്തെ സംഘപരിവാർ എതിർക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. കഴിഞ്ഞ BJP യോഗത്തിൽ പോലും രാജീവ് ചന്ദ്രശേഖർ വിമർശനം നേരിട്ടത് ഈ വിഷയത്തിലാണ് എന്നതൊക്കെയാണ് പുറത്തു വന്ന വാർത്തകൾ. ഇതിനിടയിലാണ് മുതിർന്ന RSS പ്രചാരകൻ തന്നെ RSSന്റെ അജണ്ടയിലുള്ളതാണ് ക്രൈസ്തവ നയതന്ത്രം എന്ന കാര്യം കൂടി പറയുന്നത്. എത്ര കണ്ട് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ നീക്കത്തിന്? എന്താണ് RSSന്റെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ BJPക്കുണ്ടോ? സൈത്ത് പറഞ്ഞത് ശരിയാണ്. ഇക്കാര്യത്തിൽ BJP ഒരു ആശങ്കയിലായിരുന്നു. കാരണം ക്രൈസ്തവ നയതന്ത്രത്തിന് RSSൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല, സംഘപരിവാറിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്നുള്ള വിമർശനം വ്യാപകമായി വന്നത് ഛത്തീസ്ഗഡിലെ വിഷയത്തിന് ശേഷമാണ്. അവിടെ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയം, അതിൽ സംസ്ഥാന BJP ഇടപെട്ട് കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയതിന് ശേഷം RSSൽ നിന്നും സംഘപരിവാർ സംഘടനകളിൽ നിന്നും ക്രൈസ്തവ സഭകളുമായി BJP അടുക്കുന്നതിനോട് എതിർ നിലപാടുണ്ട് എന്ന രീതിയിലുള്ള പ്രചാരണം ശക്തമായിരുന്നു. ഇപ്പോൾ RSS അങ്ങനെ അല്ല എന്ന് പരസ്യമായി പ്രതികരിച്ചത് വഴി BJPക്ക് വളരെയധികം ആശ്വാസമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ജയ നന്ദകുമാർ കൃത്യമായി പറയുകയാണ്, BJPയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭകളുമായി BJP ചർച്ച നടത്തുന്നതിന് RSSന്റെ പിന്തുണയുണ്ട്. അതുമാത്രമല്ല, RSS പോലും പല സമയങ്ങളിലും, അത് അടുത്തിടെ പോലും ഉണ്ടായിട്ടുള്ളതാണ്, ക്രൈസ്തവ സഭകളുമായി, പ്രത്യേകിച്ച് സുറിയാനി സഭകളുമായിട്ടും അതുപോലെ തന്നെ ലത്തീൻ സഭകളുമായിട്ട് നേരിട്ട് ചർച്ച നടത്താറുള്ളതാണ്. ആർച്ച് ബിഷപ്പുമായിട്ട് പോലും ചർച്ച നടത്തിയിട്ടുള്ളതാണ് RSSന്റെ നേതാക്കൾ സമീപകാലത്ത്. അവിടെ പക്ഷേ RSSന്റെ ആ ഒരു ഐഡിയോളജിയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ചർച്ചയല്ല. അവിടെ മതപരിവർത്തനത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ആശങ്ക അത് ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന് വെളിയിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മതപരിവർത്തനത്തിനെതിരെയുള്ള നിലപാട് RSSനും സംഘപരിവാർ സംഘടനകൾക്കും ഉണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ സംസ്ഥാനത്ത് BJP ക്രൈസ്തവ സഭകളുമായി ചർച്ച നടത്തുന്നതും അതുപോലെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെട്ടതും അതിനെ വേറൊരു രീതിയിലാണ് RSSും പരിവാർ സംഘടനകളും കാണുന്നത്. പരിവാർ സംഘടനകൾ എന്നതിലേക്ക് പോകേണ്ട, RSSന്റെ നിലപാട് ഇക്കാര്യത്തിൽ പറയാം. RSS കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ വിഷയത്തെ ചൂണ്ടിക്കാട്ടി ഇവിടെ ഒരു വിഭാഗീയ ശ്രമം ഉണ്ടായപ്പോൾ
ഇവിടെ എന്തോ BJP ക്രൈസ്തവ സഭകളെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് ഇതുവരെ ശ്രമിച്ചത്. ഒരു വശത്ത് കേക്കിന്റെ നയതന്ത്രവും മറുവശത്ത് കൈവിലങ്ങും ആണ് സഭകൾക്ക് നൽകുന്നത് എന്ന രീതിയിലുള്ള വിമർശനം വന്നപ്പോൾ അവിടെ BJP ചാടി ഇറങ്ങുകയുണ്ടായി, കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അത് നല്ല നിലപാടാണ് എന്നാണ് RSSന്റെ പ്രധാന പ്രചാരകരിൽ ഒരാളായ ശ്രീ ജെ നന്ദകുമാർ പറഞ്ഞത്. അത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യവും BJPക്ക് ഈ ഘട്ടത്തിൽ ആശ്വാസം നൽകുന്നതുമാണ്. സാധാരണ RSSന്റെ പ്രചാരകർ ഇങ്ങനെ പരസ്യമായി ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്താറില്ല. പക്ഷേ ഇവിടെ ജെ നന്ദകുമാർ ഇത് കൃത്യമായിട്ട് പറഞ്ഞത് BJP ഇങ്ങനെ ഒരു വിമർശനം നേരിടുന്നത് കൊണ്ട് കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം BJPയുടെ യോഗങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വശത്ത് കോർ വോട്ടുകൾ, BJPയുടെ ബേസ് വോട്ടുകൾ ചോർന്നു പോകുന്നതിന് പോലും ഇത് ഇടയാക്കും ക്രൈസ്തവ സഭകളുമായി അടുക്കുന്നതിലൂടെ. കാരണം മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ആളുകളുമായിട്ട് BJP ഇങ്ങനെ അടുക്കുകയും അത് പരിവാർ സംഘടനകളുടെ നിലപാടിന് വിരുദ്ധമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്നത് അത് കോർ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തും എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ പോലും പലതവണ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട ആൾ കൂടിയായി മാറുന്നുണ്ടായിരുന്നു. അവിടെയാണ് RSS കൃത്യമായി നിലപാട് പറയുന്നതോടുകൂടി ഇത് രാഷ്ട്രീയമായി BJPക്ക് നേട്ടമുണ്ടാകുന്നത്. അതിൽ RSS ഒരു കാര്യം കൂടി വിശദീകരിക്കുന്നുണ്ട്. ഇത് BJPക്ക് ഒരു രാഷ്ട്രീയ നേട്ടമാകട്ടെ എന്ന് വെച്ച് RSS ചെയ്യുന്ന പ്രവൃത്തിയല്ല, മറിച്ച് കാലാകാലങ്ങളായി വർഷങ്ങളായി RSS നടത്തി വരുന്ന ഒന്ന് തന്നെയാണ് വിവിധ മതങ്ങളുമായി ഉള്ള ചർച്ച. അതിൽ ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സമുദായ നേതാക്കളും മാത്രമല്ല, അതിൽ മുസ്ലിം ജനവിഭാഗങ്ങളുമായിട്ടും അവരുടെ സംഘടനകളായിട്ടും മുസ്ലിം സംഘടനകളുമായിട്ടും ചർച്ച നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇത് കാലാകാലങ്ങളായി ഉള്ളതാണ്. പലപ്പോഴും ഇത്തരം ചർച്ചകൾ നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് നടക്കാതെ പോയിട്ടുണ്ട്. അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകാമെങ്കിലും ഇത്തരത്തിൽ ചർച്ച നടത്തുന്ന ഒരു സംഘടന തന്നെയാണ് RSS. ഇക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് ക്രൈസ്തവ സഭകളുമായിട്ട് RSS നേരിട്ടും ചർച്ച നടത്താറുണ്ട്. അതുപോലെ തന്നെ BJP ഏത് രീതിയിലാണ് ക്രൈസ്തവ സഭകളെ ഒപ്പം കൂട്ടാനും ക്രൈസ്തവ സമുദായ അംഗങ്ങളെ ഒപ്പം കൂട്ടി ഒരു വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ക്രൈസ്തവരുടെ വോട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് BJPക്കുണ്ട്. അതിന് RSSന്റെ പിന്തുണയില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിൽ തന്നെയാണ് ജെ നന്ദകുമാറിൻ്റെ ഈ പ്രതികരണം എന്നത്. ഇതിന് വളരെയധികം രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് UDFും അതുപോലെ LDFും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന കാര്യം BJP വെറുതെ പറ്റിക്കുകയാണ് ക്രൈസ്തവ സഭകളെ. അതാണ് ഇവിടെ ഛത്തീസ്ഗഡിൽ കണ്ടത്. മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കാൻ തയ്യാറായത് അത് BJP സർക്കാരാണ്. അത് സംസ്ഥാന BJP അതിന് ഉത്തരം പറയേണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അവർ ജയിലിൽ നിന്ന് കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അതിന് ഒരു തരത്തിലുള്ള ധാർമ്മികതയും ഇല്ല. അതിന് RSSന്റെയും സംഘപരിവാർ സംഘടനകളുടെയും പിന്തുണയും ഇല്ല. അവരുടെ പിന്തുണയില്ലാതെ BJPക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുകൂടിയുള്ള ഒരു മറുപടിയായിട്ട് BJPക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു മറുപടി കൂടിയാണ് ഇപ്പോൾ RSSൽ നിന്ന് നേരിട്ടുണ്ടാകുന്നത്. അതിനാൽ തന്നെ BJPക്ക് തൽക്കാലം ആശ്വസിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. കാരണം RSS പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്നതും ഇത് സംസ്ഥാന BJP ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയും തുടർന്ന് അങ്ങോട്ട് ക്രൈസ്തവ സഭകളുമായിട്ട് BJP നടത്തുന്ന ചർച്ചകൾക്ക് RSS പിന്തുണ നൽകുന്നതും RSS കൂടി ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ, അത് RSS നേരിട്ട് സഭാ നേതൃത്വവുമായിട്ട് സഭാ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്നതിൽ വിമുഖരല്ല എന്ന് കാട്ടുന്ന ഒന്നുകൂടിയാണ് ഇന്ന് ജെ നന്ദകുമാർ ന്യൂസ് 8 നൽകിയ ഈ പ്രത്യേക അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നു. അതേസമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. RSS ഇത്തരത്തിൽ സമുദായ നേതാക്കളുമായിട്ട് മാത്രമല്ല ചർച്ച നടക്കുന്നത്, അവരുമായിട്ട് മാത്രമല്ല അടുക്കുന്നത്, മറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടും അടുപ്പം പുലർത്തുന്നുണ്ട്. അതും കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ളതാണ് എന്ന് ജെ നന്ദകുമാർ പറയുമ്പോൾ ആ ഒരു ബൈറ്റ് കൂടി കേൾക്കാം. അത് മുൻപ് കോൺഗ്രസ് നേതാക്കൾ, പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ പോലും പല ഘട്ടങ്ങളിലും RSSന്റെ സഹായം തേടിയിട്ടുണ്ട്. അതിന് അദ്ദേഹം ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് 80കളിൽ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറ്റും അപര്യാപ്തത ഉണ്ടായ സമയത്ത് അവിടെ ഒരു വിഭജനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകും. അവിടെ തുല്യത ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല അവിടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പിന്നോക്കം പോകും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടായ സമയത്ത് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ പോലും ആശ്രയിച്ചത് RSSനെയാണ്. നേരിട്ട് തന്നെ RSSനോട് ആവശ്യപ്പെടുകയും അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോൺഗ്രസ് സർക്കാരിൻ്റെ ആവശ്യപ്രകാരം RSS തുടങ്ങിക്കൊടുക്കുകയും ചെയ്തതാണ് എന്ന കാര്യവും ജെ നന്ദകുമാർ പറയുന്നു. ഒപ്പം നാഗ്പൂരിൽ ചേർന്ന NSUവിൻ്റെ ദേശീയ പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ആവശ്യപ്രകാരം അന്ന് നാഗ്പൂരിൽ RSSന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. NSUവിൻ്റെ സമ്മേളനത്തെ സഹായിക്കുവാൻ പോലും RSS തയ്യാറായി എന്നുള്ള കാര്യം കൂടി ജെ നന്ദകുമാർ പറയുമ്പോൾ ഈ RSSുമായിട്ട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് പ്രസക്തമായ ഒന്നുകൂടിയാണ്. കാരണം NSUവിൻ്റെ ദേശീയ സമ്മേളനത്തിൽ അവിടുത്തെ പ്രതിനിധികളുടെ എണ്ണം കൂടിയപ്പോൾ അവർക്ക് ഭക്ഷണം പോലും നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും രമേശ് ചെന്നിത്തലയുടെ പ്രത്യേക ആവശ്യപ്രകാരം RSS തന്നെ അങ്ങനെ ഭക്ഷണത്തിലുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്ന രീതിയിലുള്ള പ്രതികരണം പോലും ജെ നന്ദകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പോലും പല ഘട്ടങ്ങളിലും RSSന്റെ സഹായം തേടിയിരുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണിത്. ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടു നോക്കാം സജിത്ത്. യെസ്, അതാണ് മഞ്ജുഷ സൂചിപ്പിച്ചു. ആ പ്രതികരണം പ്രസക്തമാണ്. രമേശ് ചെന്നിത്തല RSSന്റെ സഹായം തേടിയിട്ടുണ്ടെന്നാണ് മുതിർന്ന RSS പ്രചാരകൻ ജെ നന്ദകുമാർ പറഞ്ഞത്. രമേശ് ചെന്നിത്തല നേരത്തെ സൂചിപ്പിച്ചതുപോലെ NSUവിൻ്റെ അധ്യക്ഷനായ സമയത്ത് NSU സമ്മേളനത്തിൽ RSS സഹായമുണ്ടായി. സമ്മേളനത്തിൽ തമ്മിലടി ഉണ്ടായപ്പോൾ സഹായിച്ചത് അന്ന് മോഹൻ ഭാഗവത് ആണെന്നുമാണ് നന്ദകുമാർ ന്യൂസ് 18നോട് പറഞ്ഞത്. കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നെങ്കിലും വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രശ്നങ്ങൾ വളർന്നു വന്നപ്പോൾ അവിടെ ഉടനടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും തുടങ്ങിയില്ലെങ്കിൽ ഒരു വലിയ വിഭജന വിഘടന വാദമോടെ രൂപപ്പെടും എന്ന് തോന്നിയപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്ന നേതാവ്, എല്ലാവരും അറിയുന്ന ആളാണ്, അദ്ദേഹം സംഘത്തെ സമീപിച്ചു. സംഘത്തിന്റെ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ അവിടെ തുടങ്ങണമെന്ന്, വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന്. NSUവിന്റെ സമ്മേളനം നടക്കുകയായിരുന്നു 1984 നാഗപ്പൂരിൽ. ശ്രീമാൻ രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് NSUയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒന്നല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ ടുഡേ 10-24 പേജുകൾ അടങ്ങുന്ന ഒരു വലിയ ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ച് എഴുതി. ആ സമ്മേളനം NSUയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു. ഏതായാലും 2-3 ഗ്രൂപ്പായി തിരിഞ്ഞ് ആ സമ്മേളന നഗരിയിൽ അടിച്ചു. എന്നിട്ട് അടുക്കള, മെസ്സ്, ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ അടക്കം നശിപ്പിച്ചു. അതിന്റെ ചിത്രമുണ്ട് ഇന്ത്യ ടുഡേയിൽ, ഇപ്പോഴും നിങ്ങൾക്ക് പരിധിയാൽ കിട്ടും. ആ സന്ദർഭത്തിൽ വന്നുകൂടിയ അല്ലെങ്കിൽ സംഘർഷത്തിൽ പെടാത്തവരോ സംഘർഷത്തിൽപ്പെട്ട് ക്ഷീണിച്ചവർക്കോ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോൾ കോൺഗ്രസിന്റെ വളരെ തലമുതിർന്ന നേതാക്കന്മാർ, അന്ന് നാഗപ്പൂരിന്റെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന മോഹൻ ഭാഗവത്, അദ്ദേഹം നേരിട്ട് സ്വന്തം അനുഭവം പറഞ്ഞത്. എന്നിട്ട് 14-15 മെസ്സുകൾ ഉണ്ടായിരുന്നതിൽ 8 മെസ്സും കൃത്യസമയത്ത് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ സംഘപ്രവർത്തകരുടെ ഈ സംഘാടന മികവ് കൊണ്ട് പുനഃസ്ഥാപിച്ചു. യെസ്, അതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും RSS മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിരവധി സഹായം നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് പറയുന്നത്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്നത് പ്രസക്തമായ കാര്യമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണെങ്കിൽ കൂടിയും RSS സഹായം തേടിയിരുന്നു അദ്ദേഹം മുമ്പ് എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിസന്ധി സ്വാഭാവികമായും ഉണ്ടാവും. വിമർശകർ അത് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ എന്ത് നിലപാട് ഇപ്പോൾ എടുക്കുമെന്നതും പ്രസക്തമാണ്. ശ്രീ